കെ ജെ ജേക്കബ്, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഒരൊറ്റ വാചകമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം കാറിൽ കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞ വാചകം ADGP RSSന്റെ നേതാവിനെ കണ്ടതിന് പാർട്ടിക്ക് എന്താണ് എന്നാണ്. പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ കൈകഴുകാൻ കഴിയുമോ? ഇടതുപക്ഷ സർക്കാരിലെ ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ADGP RSSന്റെ രണ്ടു നേതാക്കളെ, ദത്താത്രേയ ഹൊസബളയെ മെയ് 22-നും റാം മാധവിനെ ഡിസംബർ മാസത്തിലും രണ്ടിടത്ത് വെച്ച് സ്വകാര്യ സന്ദർശനം നടത്തിയിരിക്കുന്നു എന്നതിൽ ഗോവിന്ദമാഷയുടെ പ്രസ്താവന ഞാനും കേട്ടു. അത് നമ്മൾ സാധാരണഗതിയിൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായ പ്രസ്താവന എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് അങ്ങനെ പറയുക എന്നുള്ളത് അത്യധികം ഖേദകരമായ കാര്യമാണ്. പക്ഷെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ADGP ആണ്. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ വളരെ സീനിയറായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഈ പറയുന്നത് പോലെ ന്യായീകരണം ഞാനും എഴുതിയുണ്ടാക്കാം. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ആ കൂട്ടത്തിൽ RSSൻ്റെ കാര്യാലയം ഉണ്ടാകാം, ഏത് പൗരനെയും കാണാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അങ്ങനത്തെ ന്യായീകരണങ്ങൾ നമുക്കും എഴുതിയുണ്ടാക്കാം. പക്ഷേ അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്നുള്ളത് CPMഉം RSSും തമ്മിൽ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട് എന്നൊരു വർത്തമാനം ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു ADGP പോയി RSSൻ്റെ നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിയുമ്പം കണ്ടാൽ എന്താണ് എന്നുള്ള ചോദ്യം ആ രാഷ്ട്രീയ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ കാര്യത്തിൽ സർക്കാർ ഇപ്പം നമുക്കറിയില്ല, കണ്ടോ എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പില്ല. ഇത് കണ്ടിരുന്നു, കണ്ടതായി അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയല്ലാതെ കണ്ടിരുന്നോ എന്നുള്ള ചോദ്യത്തിന് യെസ് ഓർ നോ ഒരു ചോദ്യമാണെങ്കിൽ എൻ്റെ അടുത്ത് ഉത്തരവില്ല. സർക്കാർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, ADGP നമ്മളോടൊന്നും പറഞ്ഞില്ല, ഹോസബലയൊന്നും പറഞ്ഞു. ഇതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികൾ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ സ്പെക്കുലേഷനാണ്. ആ സ്പെക്കുലേഷൻ്റെ പുറത്ത് ഈ നാട്ടിൽ നടക്കുന്ന കഥകളെക്കുറിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയില്ല എന്ന് വന്നാൽ അത് അങ്ങേറ്റം സങ്കടകരമായ കാര്യമാണ്. CPM നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം ഈ കേസിലെ കക്ഷി കോൺഗ്രസ് അല്ല, VD സതീശനും അല്ല എന്നുള്ളതാണ്. ഈ കൂടിയാലോചനയുടെ പുറത്ത് CPMനെതിരെ വരുന്ന കഥകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വർഗീയ കക്ഷികളാണ്. കോൺഗ്രസ് അല്ല കഥകൾ ഉണ്ടാക്കുന്നത്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, SDPI, RSS ഈ സംഘമാണ് BJPയും RSSും തമ്മിലുള്ള ഒരു നെക്സസ് ഉണ്ട് എന്നുള്ള കഥകൾ ഇറക്കുന്നത്. ഈ കഥകൾ അറിയാത്തയാളാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ആയിക്കൂടല്ലോ. ഈ നാട്ടിൽ നടക്കുന്നത് എന്താണ്? ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന് എതിരെ ശ്രീ അജിത് കുമാറിനെതിരെ വന്ന ആരോപണങ്ങൾ ഉന്നയിച്ചത് വെറുതെ വഴിയെ പോകുന്ന ആരെങ്കിലുമല്ല, മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടല്ല. അതൊരു ഉത്തരവാദപ്പെട്ട MLA കൊടുത്ത അദ്ദേഹത്തിൻ്റെ പരാതിന്മേലാണ്. അതിൻ്റെ പുറത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പം ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെപ്പറ്റി അയാളുടെ പുറകിലേക്കുള്ള കഥകളിലൊക്കെ ഇത്തരം നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത സുതാര്യമല്ലാത്ത ഇടപാടുകളുണ്ട് എങ്കിൽ, അതിൻ്റെ പുറത്ത് നാട്ടിൽ രാഷ്ട്രീയ തിയറികൾ ഇറങ്ങുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ നിരുത്തരവാദപരമായ പ്രസ്താവനയാണെന്ന് നമുക്ക് മിനിമം പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ സർക്കാരിനോ CPMനോ ഒളിച്ചോടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നോ, എന്തായിരുന്നു അതിൻ്റെ സാങ്കത്യം എന്നുള്ള കാര്യം നാട്ടുകാരോട് വിശദീകരിക്കാൻ CPMന് ഉത്തരവാദിത്തമുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ നമ്മൾ ADGPയുടെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളം. ഒരു വരി പോലും അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം ഒരു സൂചനയും നൽകുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു എന്നുള്ളത് നമ്മുടെ സോഴ്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരമാണ്. ആ സോഴ്സിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദത്താത്രേയ ഹൊസബളയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു, ഇതുവരെയും പ്രതികരണം കിട്ടിയില്ല. ജയകുമാറിൻ്റെ പ്രതികരണം കിട്ടി. അത് കൈമനം ജയകുമാറാണ്. ഇദ്ദേഹവും സതീർത്ഥനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹവും മൗനം ഭുജിക്കുകയാണ്. പക്ഷേ എങ്ങനെ വന്നാലും ഈ മീറ്റിങ്ങിനെ കുറിച്ച് 2023 മെയ് മാസത്തിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡിസംബർ മാസത്തിൽ റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയുടെയും വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു സ്വകാര്യ സന്ദർശനമാണെന്ന വിലയിരുത്തലിൽ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എത്തി എന്ന് വേണമോ കരുതാൻ. കാരണം ഇതിപ്പോൾ ഗൗരവമേറിയ വിഷയമാണെന്ന് പറഞ്ഞാൽ ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അവഗണിച്ചത് എന്തിനെന്ന ചോദ്യം ഉയരില്ലേ ശ്രീ കെ ജെ ജേക്കബ്? ഇതിൽ 1, 2, 3 ഇതിലൊക്കെ ഉത്തരം പറയേണ്ടത് ഒന്നുകിൽ ഈ പറഞ്ഞ ആളുകൾ പറയണം, അവരാരും പറഞ്ഞെങ്കിൽ സർക്കാർ പറയണം.
അവരാരും പറഞ്ഞില്ലെങ്കിൽ സർക്കാരും CPM-ഉം ഇക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം. അതിനവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിന് ആ ഉത്തരവാദിത്വം നിയമപരമായ ഉത്തരവാദിത്തമല്ല, രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തമാണ്. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടു എന്നുള്ളത് സർക്കാരിന് ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടതില്ല. പക്ഷേ പാർട്ടി അങ്ങ് പറഞ്ഞതുപോലെ ഇറക്കണം. കാര്യം ഇതൊരു രാഷ്ട്രീയമായ വിഷയമാണ്. ഇത് ഭരണപരമോ സർവീസ് പരമായ ഒരു വിഷയമേ അല്ല. ഇതിന്റെ പുറത്തൊരിക്കലും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഇതിന്റെ പേരിൽ മാത്രം എടുക്കാൻ കഴിയില്ല. RSS നേതാവിനെ കണ്ടു എന്നതിന്റെ പേരിൽ. പക്ഷേ രാഷ്ട്രീയമായി അങ്ങ് പറഞ്ഞതുപോലെ അത് വിശദീകരിക്കണം. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ KG ജേക്കബ്, അങ്ങ് അതിനോട് യോജിക്കുന്നുണ്ടാവും അല്ലേ? നടപടി എടുക്കുക എന്നുള്ളത് സെക്കൻഡറിയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് മനുഷ്യരോട് പറയുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ പ്രശ്നം രാഷ്ട്രീയമാണ്. ഈ ചോദ്യം രാഷ്ട്രീയമാണ്. കേരളത്തിൻ്റെ ADGP RSSന്റെ ജനറൽ സെക്രട്ടറിയെ കണ്ടോ എന്നുള്ള ചോദ്യം പൊളിറ്റിക്കലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ല. ആ പൊളിറ്റിക്കൽ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഞാൻ Debate with Arun Kumar.